എവരിവൺ, വെൽക്കം ടു സ്റ്റോറി ടൈം വിത്ത് അനു. ഇത് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് റെലവന്റ് ടോപ്പിക്കിൽ തന്നെ നമുക്ക് തുടങ്ങാം. സോ എവരിവൺ, വെൽക്കം ടു ദി ചാനൽ. ലെറ്റ്സ് ബിഗിൻ. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന ആ ഒരു മാസീവ് യൂത്ത് ലെഡ് പ്രോട്ടസ്റ്റിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യാനോ ഒരു സൈഡ് പിടിച്ചിട്ടോ ഒന്നുമല്ല നമ്മളിത് ചെയ്യുന്നത്, ബട്ട് പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസ്. യെസ്, നമ്മുടെ ഓഡിയൻസിന് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. ജസ്റ്റ് ഒരു ബോറോഡ് വൺ അല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളിൽ കുറേ ലൈസ് ഉണ്ടാവാം, കുറേ എഡിറ്റഡ് ഉണ്ടാവാം, വൺ സൈഡ് നറേറ്റീവ് ആവാം, പഴയ വീഡിയോസ് ഒക്കെ എക്സാജറേറ്റ് ചെയ്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അതൊന്നും അല്ലാതെ ഡയറക്റ്റ് ഫാക്ട്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ മെയിൻ റോള് ഉള്ള രണ്ട് ടീംസ്, ഒന്നാമത്തത് സോനം ആൻഡ് സെക്കൻഡ് വൺ CJP. യെസ്, ആദ്യം നമുക്ക് സോനം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാം. സോനം വാങ്ചുക് ബേസിക്കലി ആളൊരു സോഷ്യൽ എഞ്ചിനീയർ ആണ്. കുറെ ഇന്നോവേഷൻസ് ഇന്ത്യക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സോനം വാങ്ചുക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ്ലി പറയേണ്ടത് ആളൊരു ലഡാക്കിൽ ഒരു സ്കൂള്, നമ്മുടെ ടിപ്പിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലാണ്ട് ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ആളൊരു സ്കൂള് ലഡാക്കില് പണിതു. ആള് പേഴ്സണലി ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഫെയിലിയർ അദ്ദേഹത്തിന്റെ തെറ്റല്ലായിരുന്നു, പകരം ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് മനസ്സിലാക്കി ആളൊരു സ്കൂള്, ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതെ, അതിൽ ഒരുപാട് സ്റ്റുഡൻസ് ഭയങ്കര റിഫോം ഉണ്ടായത്. ഒരുപാട് ഫെയിലിയർ എന്ന് മുദ്ര കുത്തി ഒരുപാട് സ്റ്റുഡൻസിനെ അദ്ദേഹത്തിന്റെ സ്കൂളിലൂടെ പഠിപ്പിച്ച് ടോപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ ആൾക്ക് മെയിനായിട്ട് കുറച്ച് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. റമോൺ മഗ്സസി അവാർഡ് 2018, റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസസ് 2016, ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ 2017. ഇനി വരുന്ന ആളാണ് CJP. എങ്ങനെയാണ് ഈ ഒരു CJP എന്നൊരു പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി, എങ്ങനെയാണ് ഉത്ഭവം കൊണ്ടത്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അൺഎംപ്ലോയിഡ് ആയിട്ട് ആളുകളെ പാറ്റകൾ അല്ലെങ്കിൽ കോക്രോച്ചസ് എന്ന് പറഞ്ഞ് പരാമർശിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് ട്രിഗേർഡ് ആയിട്ടാണ് ആക്ച്വലി ഈ ഒരു പാർട്ടി ഫോം ചെയ്തേക്കുന്നത്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് അഭിജിത് ദീപ്കെ. ആളൊരു ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതെ, ഒരു കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റ് തന്നെയാണ് ആള്. അപ്പം ആള് പെട്ടെന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി. നമ്മുടെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. 1 million ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ് ഇപ്പം CJP എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ജെൻസീസ് എല്ലാം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. ഈവൻ എനിക്ക് തോന്നുന്നു ഓക്കെ, ഞാൻ CJP പാർട്ടിയുടെ ആളാന്ന് പറയുന്നത് ആളുകൾ ഒരു ബാക്കി പാർട്ടിയെക്കാട്ടിലും ഒരു പ്രൗഡായിട്ടാണ് ആളുകൾ അത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഈ വർഷം നീറ്റ് എക്സാമിന്റെ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞൊരു റീസണിൽ നമ്മുടെ ഗവൺമെന്റ് അതിനെതിരെ ഒരു റിയാക്ഷൻ എടുക്കാത്ത സാഹചര്യത്തിലാണ് CJP മുന്നോട്ട് വന്നത്. അപ്പോഴാണ് നമ്മുടെ അടുത്ത ആള് വരുന്നത്, സോനം വാങ്ചുക്. യെസ്, ബേസിക്കലി പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജൂൺ 8 കൂടിയാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. ജൂൺ 6 കൂടിയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനൊരു മെയിൻ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് വന്നത് സോനം വാങ്ചുക് ആള് ഇതിന് പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുകയും ബേസിക്കലി ഐ തിങ്ക് ഹങ്കർ സ്ട്രൈക്ക് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് തന്നെയാണ് ഇവര് മുന്നോട്ട്. ഓക്കെ, ഈവൻ ദോ ഇതിപ്പോ ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവര് ഒരു മെയിൻലി തുടക്കത്തിൽ തന്നെ അതൊരു പീസ്ഫുൾ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോനം വാങ്ചുക് ഒരു എനിക്ക് തോന്നുന്നു 14 ഡേയ്സോളം ആളുകള് ഹങ്കർ സ്ട്രൈക്ക് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഒരു രീതിയിലും റെസ്പോൺസ് കൊടുക്കാണ്ടിരുന്നപ്പോ അവര് മെയിൻലി ഒരു 3 റീസൺ ആണ് അവര് ഈ സ്ട്രൈക്കിന് പ്രൊട്ടസ്റ്റിന് കാരണമായിട്ടുള്ളത്. 1, നീറ്റ് പേപ്പർ ചോർച്ച. 2, ഇതേ തുടർന്ന് കുറെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. സ്റ്റുഡൻസിന്റെ ഫാമിലിക്ക് 1 crore rupees നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് നെക്സ്റ്റ് ഡിമാൻഡ്. അടുത്തത്, ഈ അക്കൗണ്ടബിലിറ്റി എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. ഈ 3 റീസൺ ആണ് മെയിൻലി ഈ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് വരാനുള്ള കാരണം. പക്ഷെ എന്തുകൊണ്ടാണ് ജന്തർ മന്ദർ സെലക്ട് ചെയ്തത്? ജന്തർ മന്ദർ മെയിൻലി ഒരു നോട്ടബിൾ പ്ലേസ് ആണ് ഡൽഹിയിലെ, പ്ലസ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിലുണ്ടല്ലോ സുഭാഷ് പാർക്ക്, അതുപോലെ ഒരു എല്ലാവർക്കും ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജന്തർ മന്ദിർ. പ്ലസ് കുറെ പ്രൊട്ടസ്റ്റുകളും കുറെ സ്ട്രൈക്കും കുറെ ഗ്യാതറിംഗ്സ് ഒക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജന്തർ മന്ദിർ. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്, 2023 റെസ്ലേഴ്സ് പ്രൊട്ടസ്റ്റ്, ഹത്രാസ് ജസ്റ്റിസ് ഡെമോൺസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഓൾറെഡി അവിടെ നടന്നൊരു ചരിത്രമുണ്ട്. അതുപോലെ ഇപ്പം മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് അഭിജിത് ദീപ്കയെ
താഴ്ത്തി കാണിക്കുന്നു. അതായത് ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന ടൈമിൽ ആൾ എവിടെയായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളും കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ കാണുന്നു. ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ തുടക്കം തൊട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ അഭിജിത്ത് ആള് വിസിബിൾ ആണ്. ഇപ്പം ആൾക്കെതിരെ കുറേ ലൈക്ക് കുറേ പാർട്ടീസിന്റെ PR ടീമും കാര്യങ്ങളും എല്ലാം ആൾക്കെതിരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിപ്പം അതിന്റെ തുടക്കം തൊട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എടുത്തു നോക്കുവാണെങ്കിൽ ആൾ ഇതിൽ വിസിബിൾ ആണ്. തുടക്കം തൊട്ട് ആൾ ഇതിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുമുണ്ട്. പ്ലസ് ഇപ്പോൾ സോനം വാങ്ചുക് സ്ട്രൈക്ക് നിർത്തി, എന്നിട്ട് പോലും നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചാൽ മാത്രമേ ഈ പ്രൊട്ടസ്റ്റ് ആൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ എന്ന് വരെ പറഞ്ഞ് ഹങ്കർ സ്ട്രൈക്ക് ഏറ്റെടുത്ത് ഇപ്പം അഭിജിത്ത് ദീപ്കെ നടത്തുകയാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്യുവർലി അതൊരു ഫെയിലിയർ ആണ് ആ സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് ആള് വിസിബിൾ ആണ്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ പഴയ AI ജനറേറ്റഡ് വീഡിയോസും അങ്ങനെയൊക്കെ പഴയ മറ്റ് ഇവന്റ്സിന്റെ മറ്റു പ്രൊട്ടസ്റ്റിലെ കുറെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആളെ കുറെ ഇറേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ വന്നൊരു കാര്യം, ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ ഇന്റർനെറ്റ് കട്ട് ഡൗൺ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് കട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഈ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഓർഗനൈസ്ഡ് ആയിട്ട് പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാതിരിക്കാനും ഒരു സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യാനുമാണ്. പക്ഷേ ജെൻസിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ബേസിക്കലി ഇതൊരു പീസ്ഫുൾ സ്ട്രൈക്കാണ്, അല്ലാണ്ട് ഒരു അറ്റാക്കിംഗ് മോഡിലല്ല ഈ CJP ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്, പാട്ട് പാടുന്നു, ആളുകൾ കുറേ പ്ലക്കാർഡ്സ് കാണിക്കുന്നു. അല്ലാണ്ട് ഇതൊരു റിബൽ മോഡിലല്ല ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടക്കം മുതലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വൺസ് പോലീസ് അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ച് കുട്ടികൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് വരുന്നത്. ഈ ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഇതിനെതിരെ അവർ എതിർത്ത ടൈമിൽ ഒരുപാട് റിപ്പോർട്ടേഴ്സിന് കുറേ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതായത് റിപ്പോർട്ടർമാരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, ഹറാസ് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലി ഒന്നും FIR ഇടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പം റിപ്പോർട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞ അത് ആക്ച്വലി ജെൻസീസിന് ഒരു നെഗറ്റീവ് സൈഡാണ്. ബിക്കോസ് അവിടെ വരുന്ന റിപ്പോർട്ടേഴ്സ് എല്ലാം അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പം അത് അവർക്ക് റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് അവര് ഈ ഒരു 9 to 5 വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് അന്നത്തെ പൈസ കിട്ടുന്നത്. അപ്പം അത് തികച്ചും ജെൻസിയുടെ സൈഡിൽ നിന്നൊരു നെഗറ്റീവ് സൈഡ് അല്ല, നെഗറ്റീവ് അപ്രോച്ച് തന്നെയാണ്. പിന്നെ കുറച്ച് മുന്നേ പറഞ്ഞ ഇന്റർനെറ്റ് ജാമിങ്, ഇപ്പം ഈ ജാമിങ്ങിലൂടെ ഒരു പോസിറ്റീവ് കാര്യം ഗവൺമെന്റിനുള്ളത് അവിടെ നടക്കുന്ന എക്സാക്ട് കാര്യം ആളുകളിലേക്ക് എത്തുന്നില്ല. ഇപ്പം നമ്മൾ അവിടെ ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും റീൽസും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നവരാണ്. അന്നേരം അങ്ങനെയുള്ളവർ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്ഥിരം വരുന്ന ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം ന്യൂസ് പേപ്പറിലാണെങ്കിലും ഒരു കോളത്തിലൊരു ന്യൂസ്, കുറേ ഫോട്ടോസ്, അല്ലെ എക്സാക്ട്ലി അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. സോ ഇന്റർനെറ്റ് ജാമിങ് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയും അവർ ഇന്റർനെറ്റ് കട്ട് ചെയ്തതായിക്കൂടെ അങ്ങനെ. പക്ഷെ അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് അവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരവിടെ പോയിട്ട് കുറെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ നെഗറ്റീവ് സൈഡ് പോലെ കാണിച്ച് അവർ വീഡിയോസ് ഇട്ടിട്ട് ആളുകളിൽ കുറച്ച് റീച്ച് കയറാൻ നോക്കുന്ന ഒരു സാഹചര്യം കൂടെ ആയിക്കൂടെ? ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇപ്പം അതിനെ പങ്കെടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഓക്കെ, അവരുടെ മെയിൻ ഉദ്ദേശം ഇൻഫ്ലുവൻസ് ചെയ്യുക, ആളുകളിലേക്ക് എത്തുക. ബേസിക്കലി ഇതിന്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കൂടി തന്നെയാണ്. അല്ലാണ്ട് എന്ന് സ്ഥിരം വരുന്ന ഒരു ന്യൂസ് പേപ്പറിൽ നിന്നല്ല നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് രഞ്ജിനി ഹരിദാസ് പോയപ്പോഴാണ് ഓക്കെ ഇങ്ങനൊരു സ്ട്രൈക്കിന് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ആളുകളിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് അവിടെ ചെന്ന് വീഡിയോസ് ഇടുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അത് ഒരു കൈൻഡ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഡെഫിനറ്റ്ലി റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം. പ്ലസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു കാര്യമുണ്ട്, അവിടെ നടക്കുന്ന എക്സാക്ട് കാര്യം നമ്മൾ അറിയുന്നുണ്ട് അവരുടെ വീഡിയോസ് ത്രൂ ആണെങ്കിലും. സോ ഈ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അതിനൊരു പോസിറ്റീവ് സൈഡും കൂടി ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയ കൂടെയാണ് ഭൂരിഭാഗം പേരും ഈ ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ച് അറിഞ്ഞതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിടയത്. പക്ഷെ വേറൊരു സംഭവമുണ്ട്, മെയിൻ സ്ട്രീം മീഡിയ അതായത് TV ചാനലുകളിൽ, TV ന്യൂസ് ചാനലുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് വന്നിട്ടില്ല. ഒപ്പോസിഷൻ ആയിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ പറഞ്ഞ ഒരു കറക്റ്റ് കാര്യമാണ്. ഒരു മെയിൻ സ്ട്രീം ചാനൽസും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു കൂടുതൽ ഓപ്പൺ അപ്പ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മെയിൻ കാര്യം, ഇപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുന്നവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും സസ്പെൻഡ് ആയി പോകുന്നുണ്ട്. അപ്പം അത് ആളുകൾക്കൊരു പേടിയുടെ ഒരു കാര്യമാണ്.
ലൈക്ക് ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ ക്രിയേറ്റേഴ്സിൻ്റെയും കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും റാൻഡം കുറേ ആളുകളുടെ വീഡിയോസ് കണ്ടു. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോവാണ്. അപ്പം ഈവൻ നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസിനും മീഡിയയ്ക്കും പിന്നെ ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇതിനെപ്പറ്റി ഒരു ഉള്ളിലൊരു നെഗറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പേടി അങ്ങനെ തന്നെ നമുക്ക് പറയാം. ലൈക്ക് ഇത് അവർക്കൊരു നെഗറ്റീവായിട്ട് എത്തുമോ, അങ്ങനെ ഒരു അപ്രോച്ച് ഉള്ളതുകൊണ്ടും കൂടി ആയിരിക്കും മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ഇപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ ഓപ്പൺ അപ്പ് ആവാത്തത്. ഇന്നലെയാണ് പ്രൈം മിനിസ്റ്റർ പോലും ഇതിനെ അഡ്രസ് ചെയ്തത്. ഇതിപ്പം June 6th ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു June 6th തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റ് ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും അഡ്രസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടെക്നിക്കലി വിചാരിക്കാവുന്ന ഒരു കാര്യമാണ് വൈ മെയിൻ സ്ട്രീം മീഡിയാസ് ഇതിനെക്കുറിച്ച് അധികം ഹൈപ്ഡ് ആവാത്തത്, ബിക്കോസ് ഓഫ് നെഗറ്റീവ് പബ്ലിസിറ്റി. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വേറെ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് മാത്രമാണ് ആളുകൾ ഹൈപ്ഡ് ആയിട്ട് കാണിക്കുന്നത്. ഇതിനേക്കാൾ ക്രൂഷ്യൽ ആയിട്ടുള്ള, ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറെയും പ്രൊട്ടസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിന് മറ്റൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ ചില നേരത്ത് ഒരു ഇഷ്യൂവിനെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, ചില നേരത്ത് ഒരു വലിയൊരു ഇഷ്യൂ ആവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ മറയ്ക്കാൻ വേണ്ടി വേറെ വലിയൊരു ഇഷ്യൂ എടുത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ വലുതാക്കി കാണിക്കുന്ന ഒരു ഇഷ്യൂ വലുതാക്കി കാണിക്കുന്ന ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ജന്തർ മന്ദറിലെ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ ഇത്രയും വലുതാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വേറെ എന്തോ ഒരു സംഭവം ഇവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അതോ ഇതിനേക്കാൾ വലിയൊരു സംഭവം ഇനി വരാൻ പോകുന്നുണ്ടോ? ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു വിഷയം മറയ്ക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാകാം ഈ കാര്യങ്ങൾ. ബിക്കോസ് ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഇപ്പം കേരളത്തിലെ PSCയുടെ ഇഷ്യൂ നടക്കുന്നുണ്ട്, അതുപോലെ ഒരു റിവർ ലിങ്കിങ്ങിന്റെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് മധ്യപ്രദേശില്. പ്ലസ് CBSE ഈ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പം ഓൾ ടുഗെദർ കുറെ ഇഷ്യൂസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അതില് ഒരു ഇമ്പാക്ട് കിട്ടിയത് ഇതിന് മാത്രമാകാം. നമുക്ക് അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓക്കെ ബാക്കിയുള്ള വിഷയങ്ങൾ മറയ്ക്കാനാണ് ഇത് ഇത്രയും ഹൈപ്ഡ് ആയത്. പക്ഷെ ഇതിൽ കുറെ പേര് ഇൻവോൾവ്ഡ് ആണ്. കുറെ ഈവൻ എല്ലാ സെലിബ്രിറ്റീസ് ഞാൻ പറയത്തില്ല, എന്നാലും ആളുകൾ കുറച്ചും കൂടി ഇതിനെതിരെ മേ ബി ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ തല്ലുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും ആളുകൾ കുറച്ചും കൂടി ഇത് ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലുതായിട്ടൊരു സാധനം അല്ലെങ്കിൽ ഇതിനൊരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് മാറ്റുന്ന സാഹചര്യം വരാം. ഇപ്പോൾ അഭിജിത്ത് ദിപ്കെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടും ഇതിലൊരു കോൺട്രവേഴ്സി വരാൻ സാധ്യത. അതിലൊന്നുകൂടെ ആഡ് ഓൺ ചെയ്യാം. ഈവൻ കുറെ പേര് പറയുന്നുണ്ട് ഈ CJP പാർട്ടി ചൈന ആൻഡ് പാകിസ്ഥാൻ ഫണ്ടിങ് ആണ്. പ്ലസ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറെ പേര് പോയിട്ടുള്ള അവര് തന്നെ പാകിസ്ഥാൻകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പോയതാന്ന് കൂടി ഈ പ്രൊട്ടസ്റ്റ് പങ്കെടുക്കാൻ പോയതാന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ വുമൺ ഇൻവോൾവ്മെന്റ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഒരുപാട് വിമൻ ഇതിനു വേണ്ടി ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നന്നായി തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നല്ല രീതിക്ക് എതിർത്ത് നിൽക്കുന്നത്. ആക്ച്വലി അതൊരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ജെൻസി ജസ്റ്റ് കോക്രോച്ചുകളല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ വിമൺ മുമ്പോട്ട് വന്നിട്ടുണ്ട്. വിമൻ വിത്ത് സ്പൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നട്ടിലുള്ള പെണ്ണുങ്ങളെ എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര്, ഒരുപാട് ജേർണലിസ്റ്റുകളും ഒരുപാട് ഫീമെയിൽ മോഡൽസും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ലീഗലായിട്ട് ഒരു ടീമിന്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താം, ലീഗലി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരാതെ എങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താം എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ഇപ്പോഴും പലർക്കും ക്ലാരിറ്റി ഇല്ല. ആക്ച്വലി ഫസ്റ്റ് പോലീസുകാരുടെ അടുത്ത് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്താൻ പോകുന്നുള്ളത് അവരെ അറിയിക്കണം, അവരുടെ അടുത്ത് പെർമിഷൻ എടുക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് സ്റ്റീരിയോ ടൈപ്പ് എപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ലൈക്ക് ഒരു പ്രൊട്ടസ്റ്റ് ഇങ്ങനെ ആയിരിക്കണം, കുറെ ആളുകൾ വരുന്നു, ബാരിക്കേഡ് വെക്കുന്നു, പോലീസ് വരുന്നു, തല്ലുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം വന്ന ഒരു പ്രൊട്ടസ്റ്റ് ഇതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ്. അതെ, ഇപ്പൊ വന്നേക്കുന്ന ഈ ഒരു CJP പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റീരിയോ ടൈപ്പിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. ഇങ്ങനെയും പ്രൊട്ടസ്റ്റ് ചെയ്യാം. നമ്മളിപ്പം കുറെ ഫണ്ണി കാര്യങ്ങളും കാണുന്നുണ്ട്. ഈവൻ അവര് റീൽസ് എടുക്കുന്നത്, പാട്ട് പാടുന്നത്, ഈവൻ അവര് പാട്ട് പാടിയൊക്കെയാണ് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും വരുന്ന ആളുകൾ പ്രൊട്ടസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവർക്കിത് കുറച്ചും കൂടി റോൾ മോഡൽ ആക്കാം. എന്താന്ന് വെച്ചാൽ കുറെ തല്ലുന്നതിലൂടെ അല്ല, ഇങ്ങനെയും ആളുകളോട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം. അതിന് ഒരു എന്താ
നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രൊട്ടസ്റ്റിന് ഐഡിയ കൂടിയാന്ന് തോന്നുന്നു ഇപ്പൊ നമുക്ക് ജെൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതെ, അതിൽ കുറച്ചും കൂടെ ആഡ് ഓൺ ആയി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളിത് ഇൻഫോം ചെയ്യണം, ഇത്ര ആളുകൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തോട്ട് മാർച്ച് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സപ്രഷൻസ് അല്ലെങ്കിൽ അടിച്ചമർത്തൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഇത് പ്രയർ ആയിട്ട് ഹയർ അതോറിറ്റീസിൽ അറിയിച്ച് കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ ഇതുപോലെ മറ്റേ ടിയർ ഗ്യാസിൻ്റെതും അവർ വന്ന് ലാത്തി ചാർജ് ടിയർ ഗ്യാസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. നമ്മളിപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എക്സ്പയർഡ് ആയിട്ടുള്ള ടിയർ ഗ്യാസ് യൂസ് ചെയ്താണ് നമ്മൾ കുട്ടികൾക്കെതിരെ അവിടെ വന്ന ഫോഴ്സ് അറ്റാക്ക് ചെയ്തത്. ബേസിക്കലി അതൊരു തെറ്റാണ്. ബിക്കോസ് കെമിക്കൽസിന്റെ ഒക്കെ വീര്യം കൂടുകയാണ് ചെയ്യുന്നത് എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്തെങ്കിലും സാധനം എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അതിന്റെ വീര്യം കുറയുക. ബട്ട് കെമിക്കലിന്റെ കാര്യം വരുമ്പോൾ ഇതൊരു ഓപ്പോസിറ്റ് ആണ്. നാളത്തെ ഫ്യൂച്ചർ ജനറേഷനെ അവര് എതിർക്കുന്നത് ഈ 4 വർഷം പഴക്കമുള്ള കാര്യങ്ങൾ കൊണ്ടും ഇതും കൊണ്ട് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോകാം, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. സോ കുറച്ചും കൂടെ അവെയർ ആയിരിക്കണം. പ്ലസ് ഞാൻ കുറച്ച് നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ്, അവിടെ ഇരിക്കുന്ന അവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഓരോ ഫോഴ്സിൽ ആളുകൾക്കൊന്നും നെയിം ടാഗുകളില്ല. യൂണിഫോം ഉണ്ട്, പക്ഷെ ഒന്നിനും ഒരു ടാഗോ അല്ലെങ്കിൽ ഇവർ ഏത് ഫോഴ്സിൽ നിന്നുള്ളവരാ, ഈവൻ പോലീസ് ആണോ അല്ലെ മിലിറ്ററി ഫോഴ്സ് ആണോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഓക്കെ താങ്കളുടെ പേരെന്താണ്. ഈവൻ ചിലവരൊന്നും കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പ്ലസ് അവർ അറ്റാക്ക് ചെയ്യുന്ന ഈവൻ ലാത്തിയിലാണെങ്കിൽ പോലും നെയിൽസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് കുട്ടികളെ അടിക്കുന്നത്. ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ വളരെ തെറ്റാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഈ ആളുകളെ പ്രൊട്ടസ്റ്റേഴ്സിനെ ഡീറ്റെയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ബാഡ്ജ് നമ്പർ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അത് മെമ്മറൈസ് ചെയ്യുക, വെഹിക്കിൾ നമ്പർ മെമ്മറൈസ് ചെയ്യുക. എന്നിട്ട് ലോയേഴ്സിൻ്റെ അടുത്തോട്ട് പോവുക. കാരണം നമ്മൾ ഫിസിക്കലി അതിനെ എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കേസ് മാറും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ അപ്പം തന്നെ ഈ നമ്പേഴ്സ് നോട്ട് ചെയ്യുക. പിന്നെ വീഡിയോ എവിഡൻസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഒരു ആഡ് ഓൺ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇപ്പം നമ്മൾ ഒരു കാര്യം കൂടി കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ചിലവർ സ്പെസിഫിക്കലി ഗേൾസിനെ മോശമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മളെ കുറേ ഇപ്പം മീഡിയാസ് ഒക്കെ അത് പുറത്തു വിടുന്നുണ്ട്. സ്പെസിഫിക്കലി ഈവൻ അവിടെ പോയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ചിലവർ ഇപ്പം നമുക്കറിയില്ല അവിടെ നിൽക്കുന്നവരൊക്കെ എക്സാക്ട് പോലീസുകാരാണോ എക്സാക്ട് ഫോഴ്സിലുള്ളവരാണോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരാന്ന് അറിയത്തില്ല. ചിലവർ ഗേൾസിനെ മാത്രം ഫോക്കസ് ചെയ്ത് വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു, അവർക്ക് അൺകംഫോർട്ടബിൾ ആയിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു പ്രൊട്ടസ്റ്റിന് വളരെ തെറ്റാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ അവിടേക്ക് ഈ പ്രൊട്ടസ്റ്റിന് സപ്പോർട്ടായി പോകാൻ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഒരു ID പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ എമർജൻസി കോൺടാക്ട് നമ്പേഴ്സ് എഴുതി വെക്കുക. നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഏരിയയിൽ അത് എടുത്ത് വെക്കുക. കാരണം ഫോണൊക്കെ ഡിറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർക്ക് എടുത്ത് വിളിക്കാനോ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഇത് യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നമ്മുടെ ബാഗിൽ അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ബാഗിൽ നമുക്ക് വെപ്പൺ എന്ന് മുദ്ര കുത്താൻ പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടാകരുത്. ഈവൻ കത്തി പോലും ആ ഒരു രീതിയിലോട്ട് മാറ്റാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ, ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളോട് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആളോട് പറഞ്ഞിരിക്കണം, ആളെ ഇൻഫോം ചെയ്തിരിക്കണം, നമ്മൾ പോവുകയാണ്, ഇന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്, ഇന്നതിനാണ് പോകുന്നത് ഇൻഫോം ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് അവിടെ ഇന്റർനെറ്റ് ജാമിങ് കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഇവിടെ ഇരിക്കുന്നവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പേടിക്കും. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓൾസോ അവിടെ ഒരുപാട് ഫണ്ട് റേസർ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ഓരോ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് ഫണ്ട് റേസ് ചെയ്യുന്ന സാഹചര്യം. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടെയാണ്, ഈ UPI IDs അല്ലെങ്കിൽ സ്കാനർ തരുമ്പോൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫണ്ട് റേസർ ടീമുകളിൽ തന്നെ ആയിരിക്കണം. ഒരു പേഴ്സണൽ UPI IDയിലോട്ടോ ഒന്നും ഇങ്ങനത്തെ ഫണ്ടുകൾ എടുക്കില്ല. അതിൽ തന്നെ ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്ന കാര്യം. ഇപ്പം എനിക്കൊന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ആളുകൾ ജന്തർ മന്ദറിലേക്ക് ഫുഡ് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ത്രൂ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് പോയിന്റ് ഞാൻ കേട്ടത്, ഡെലിവറി ബോയ്സ് കറക്റ്റായിട്ട് അവിടെ എത്തിക്കുന്നില്ല. അവർക്കറിയാം ജന്തർ മന്ദറിൽ നമ്മളിപ്പോൾ കുറേ വീഡിയോസിലും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫുഡും കാര്യങ്ങളും. ഈവൻ അവിടെ ഉള്ളവർ തന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കി അവിടെ വന്നിരിക്കുന്നുണ്ട്. ബിക്കോസ് കുറേ പേര് ഈവൻ വാട്ടർ ഹീറ്റിന് പ്രൊട്ടസ്റ്റിൽ എന്താണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് വീഡിയോസ് ഇടുന്നവർ വരെ ഉണ്ട്. അപ്പോ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവ്, ഈവൻ അത് കറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, അത്
അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടി മാത്രം ആകരുത്. ഓഫ് കോഴ്സ് അതിൽ ഇപ്പോൾ ഈ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന അവിടെ നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരാളുടെ ആളിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ പോകുന്ന ആളുകൾ ത്രൂ അല്ലെങ്കിൽ ആളോട് വിളിച്ചൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇപ്പോൾ അവിടെ ആവശ്യമുണ്ടോ, ഏതെങ്കിലും ഏരിയയിൽ ആവശ്യമുണ്ടോ. ഇനി അതല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് അവിടെ ഫിസിക്കലി എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സപ്പോർട്ട് കാണിക്കാൻ പറ്റിയ വഴികൾ ഒന്ന് ഓബ്വിയസ്ലി ഈ ഫുഡ് ഡെലിവർ ചെയ്ത് കൊടുക്കുക, അതുപോലത്തെ എസെൻഷ്യൽസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഫുഡ് മാത്രമല്ല, ഈവൻ പേസ്റ്റ്, ബ്രഷ്, അതുപോലെ മേ ബി ചായ ആവാം, അല്ലെങ്കിൽ ഫീമെയിൽസിന് ആവശ്യമുള്ള കാര്യങ്ങളാവാം, അങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷെ അതെല്ലാം അവിടെ ഒരാളുണ്ടെങ്കിൽ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനുള്ള കമ്മ്യൂണിറ്റീസ് ത്രൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ പേര് ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഫണ്ട് റേസിങ്, അത് കുറച്ചും കൂടി ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വെരിഫൈ ചെയ്യാൻ പറ്റിയതാണ്. ഒരു റാൻഡം ഒരാള് അല്ലെങ്കിൽ റാൻഡം ഒരു സെപ്റ്റോ ത്രൂ അവിടേക്ക് ഫുഡും എസെൻഷ്യൽസും എത്തിക്കുന്നതിലും ഉപരി ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു മീഡിയം ത്രൂ എത്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് റൈറ്റ് ഹാൻഡ് അല്ലെ റൈറ്റ് പേഴ്സണിലാണ് ഇത് എത്തിയിരിക്കുന്നത്. അതെ. അതുപോലെ നാട്ടിലിരിക്കുന്നു പക്ഷെ അങ്ങോട്ട് ഫിസിക്കലി എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഒരു സപ്പോർട്ട് കാണിക്കാൻ ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ സ്റ്റോറീസ് റീഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് റീഷെയർ ചെയ്യുക, ഫോൾസ് ക്ലെയിമുകൾ ഷെയർ ചെയ്യാതിരിക്കുക, അവയർനെസ് വീഡിയോസ് അറിയിക്കുക. അതെ, എപ്പോഴും വെരിഫൈ ചെയ്യുക. എന്തൊരു സാധനം ഷെയർ ചെയ്യുന്നതിന് മുമ്പും പ്രൂഫ് ചെക്ക് ചെയ്തിട്ട് മാത്രം അത് ഷെയർ ചെയ്യുക. കാരണം അതല്ലാതെ നെഗറ്റീവ് രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങിയേക്കാം. ഇപ്പോൾ അവിടെ നടന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ജയ് ശ്രീറാം, അല്ലാഹു അക്ബർ, അങ്ങനെ എല്ലാ റിലീജിയസ് സ്ലോഗൻസും യൂസ് ചെയ്തു. അതായത് ഇന്ത്യയുടെ യൂണിറ്റി കാണിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷെ അവിടെ വന്നൊരു കാര്യമുണ്ട്, ആ വീഡിയോയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതൊരു മുസ്ലിം ടൈപ്പിലോട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റിലീജിയസ് പ്രൊട്ടസ്റ്റ് അല്ല. ഇത് നീറ്റ് പേപ്പറിന്റെ ചോർച്ച മൂലം അവിടെ കുറച്ച് കുട്ടികൾ മരിക്കുകയുണ്ടായി. അതിനെതിരെ അവർക്ക് വേണ്ടി ഒരു ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളൊരു പ്രൊട്ടസ്റ്റാണ്. അല്ലാണ്ട് ഇതൊരു റിലീജിയസ് ഫോമോ അല്ലെങ്കിൽ കുറെ ഫണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. ആദ്യം ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ റിലീജിയസ് സ്ലോഗൻസ് കൊണ്ടുള്ള വീഡിയോസ് വരുന്നു. അതും മിക്കതും പഴയ എന്തെങ്കിലും പ്രൊട്ടസ്റ്റിന്റെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അത് ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഓക്കെ ഇപ്പൊ ഒരു പ്രൊട്ടസ്റ്റ് വന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആളുകൾ എപ്പോഴും ഇതിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു പ്യുവർലി ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്, അല്ലാണ്ട് ഒരിക്കലും ഇതൊരു റിലീജിയസ് പ്രൊട്ടസ്റ്റ് അല്ല. അതുപോലെ ഈ ഒരു ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ ടൊവിനോ ആളുടെ ഒരു വ്യൂ സോഷ്യൽ മീഡിയയിലൂടെ ഇടുണ്ടായി. ടൊവിനോ ആളുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് ഈ PSCയുടെ പേരും പറഞ്ഞ് ടൊവിനോന്റെ കുറേ പാസ്റ്റും കുത്തിപ്പൊക്കിയിട്ട് ആളുടെ ആ ഒരു ക്രെഡിബിലിറ്റി അവിടെ നശിപ്പിക്കാൻ നോക്കി. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ സപ്രസ് ചെയ്യുന്നു. എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അത് നട്ടലില്ലാത്തവരെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ പ്രോമിനൻറ്റ് ലെവലിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഒന്നെങ്കിൽ ഒരു ബാക്ക് സ്ലാഷ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമായിരിക്കില്ല, ഇപ്പൊ ഈ ടൊവിനോയുടെ കാര്യം പറഞ്ഞു, ഈ ബേസിക്കലി ഈ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ആളുകൾ ഈ ഒരു വിഷയമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ PSCയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാളുകളായിരിക്കും ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അതും ഈ പ്രൊട്ടസ്റ്റിന് ഒരു എഗനിസ്റ്റ് കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഇവർക്ക് ബേസിക്കലി നാട്ടിൽ നടക്കുന്ന എന്താന്ന് കൂടി ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഓക്കെ, ടൊവിനോ പോസ്റ്റ് ഷെയർ ചെയ്തു, എന്നാ പിന്നെ നമുക്ക് അവിടെ പോയി നിന്നേക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അതെ, അത് ഇതിനൊരിക്കലും ഒരു സപ്പോർട്ട് ആയിരിക്കില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ മക്കള് പുറത്താണ് പഠിക്കുന്നത്. അത് മാത്രമല്ല, ഈവൻ നമ്മുടെ സെലിബ്രിറ്റീസ് വിരാട് കോഹ്ലി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. പ്ലസ് അങ്ങനെ കുറെ സെലിബ്രിറ്റീസ് അവരെല്ലാരും പുറത്താണ്. അവര് പറയുന്നത് ഇന്ത്യ ഈസ് നോട്ട് സേഫ് ടു ലീവ് എന്നുള്ള രീതിയിലാണ് പുറത്തു പോയി താമസിക്കുന്നത്. ഈവൻ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ മകള് പോലും പുറത്താണ് പഠിക്കുന്നത്, ഇവിടെ പഠിക്കുന്നില്ല. അതെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ബെറ്റർ എഡ്യൂക്കേഷൻ ഉണ്ടായതുകൊണ്ടാണോ അതോ ബെറ്റർ സർട്ടിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണോ? നമ്മളെ നാട്ടിൽ എന്താ ബെറ്റർ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ഫോൾട്ട് അല്ലേ അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബേസിക്കലി ആർക്ക് വേണമെങ്കിലും പുറത്തു പോയി പഠിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ള ഒരു കാര്യം, ഇപ്പൊ പുറത്തു പോയി പഠിക്കുന്ന ഒരാള്
തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മളൊരു ചോദ്യം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്ക് അത്രയും വാല്യൂബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഓക്കെ പുറത്തെ എഡ്യൂക്കേഷൻ ആണ് അവർക്ക് താല്പര്യമെങ്കിൽ അവർക്ക് പുറത്ത് പോകാം. പക്ഷെ അവർ തിരിച്ചു വരുന്നില്ല. ബേസിക്കലി ഒരു 90% ആളുകൾ പോകുന്നവരും അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് ശ്രമിക്കുന്നത്. ഈവൻ അത് മാത്രമല്ല, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നൊരു വലിയ അധികാര പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ആളുടെ മകൾ പോലും പുറത്തു പോയാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആൾ എത്രമാത്രം നമ്മുടെ സിസ്റ്റത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരിക. അതോട് അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുപോയി പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും അതിനുള്ള റീസൺ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മേ ബി അതിന് സിമിലർ ആക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആക്കാം? കൂടുതൽ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ബെറ്റർ ആയി കൊടുക്കാം? നമ്മൾ കാണുന്നൊരു രീതിയുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ബേസിക്കലി ഒരു 90% ഞാൻ പറയില്ല, ഒരു 80% സ്പൂൺ ഫീഡിങ് ആണ്. ഇവർക്ക് ആലോചിച്ച് ചെയ്യുക അങ്ങനത്തെ ഒരു സാധനമില്ല. പിന്നെ ഒരു കാര്യം, ഫ്രീഡം കറക്റ്റ് ആണ്. നമ്മുടെ നാട്ടിലേക്കാട്ടിലും ഫ്രീഡം ഉണ്ട് പുറത്ത് പോകുമ്പോൾ. പ്ലസ് അവർക്ക് പാർട്ട് ടൈം, നമ്മുടെ നാട്ടിലെ പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു സംഭവം ആ നാട്ടിൽ പാർട്ട് ടൈം ആയിട്ട് അവർ തന്നെ ജോലി ചെയ്ത് ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഇപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുക, അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പറയുക ഞാനെന്നാ നാളെ തൊട്ട് സെയിൽസ് ഗേൾ ആയിട്ട് ആ കടയിൽ പോയി നിൽക്കുക. ഈവൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ പേരൻസ് അത് റെസ്ട്രിക്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ പുറത്ത് പോകുന്നവർ ഡോമിനോസ്, പിസ്സ ഹട്ട് എല്ലായിടത്തും ഈവൻ ബാർടെൻഡർ ആയിട്ട് വരെ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലും അതൊന്ന് നോർമലൈസ് ചെയ്യണം. ഓക്കെ, ജോലി ചെയ്ത് ഏൺ ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു സാധനം നോർമലൈസ് ചെയ്യണം. പ്ലസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമുക്ക് എക്സാംസ് ആണ് അവിടെ കൂടുതലും, അസൈൻമെന്റ്സ്, പിന്നെ അത് മാത്രമല്ല ടൈമിങ്ങും ഉണ്ട്. അപ്പം ഇന്റേൺഷിപ്പ്, കുറച്ചുകൂടെ പ്രാക്ടിക്കൽസ് ആണ് അവിടെ കൂടുതൽ. അതാണ് കൂടുതലും ആളുകളെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ സംസാരിച്ചല്ലോ, ഈവൻ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ മകൾ പോലും പുറത്താണ് പഠിക്കുന്നതെന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളെല്ലാം പുറത്തേക്ക് പോകാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അതിന്റെ ഒരു റീസൺ? അവിടുന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ നീ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ട് പഠിക്കുന്ന ടൈമിൽ അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അത് ആക്ച്വലി നല്ലതാണ്. കാരണം പേഴ്സണലി ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ പോലും എൻ്റെ എഡ്യൂക്കേഷൻ്റെ ഇടയിൽ എനിക്ക് ഫാമിലി ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. ആ ടൈമിൽ എനിക്ക് വർക്ക് ചെയ്ത് കുറച്ച് ഏൺ ചെയ്യാൻ പറ്റിയ ദാറ്റ് വിൽ ബി ബെറ്റർ. പക്ഷെ എല്ലാ ഫാമിലിയും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാനൊരു കേസ് പറയാം. ഇപ്പം ഒരു പെൺകുട്ടി എന്നുള്ള ഒരു രീതിയിൽ പറയാം. ഞാൻ എൻ്റെ ഒരു വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഓക്കെ നാളെ വർക്ക് ചെയ്യണം, ഞാൻ എൻ്റെ 10th പഠിക്കുക അല്ലെങ്കിൽ ഒരു 9th പഠിക്കുക, എനിക്ക് നാളെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ പേരൻസ് അവിടെ റെസ്ട്രിക്ട് ചെയ്യത്തേ ഉള്ളൂ. ഒരിക്കലും ഓക്കെ നീ, അല്ലെങ്കിൽ സ്ഥിരം ക്ലീഷേ പേരൻസിൻ്റെ അടുത്തുനിന്ന് വരുന്നൊരു ഡയലോഗ് ഉണ്ട്, നീ ഇവിടെ പഠിച്ച് പൈസ കൊണ്ടുവന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് നിന്നെ പഠിപ്പിക്കാൻ. ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ പേരൻസിന്റെ സൈഡിൽ നിന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ കൾച്ചറിൽ. അത് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് അങ്ങോട്ട് പോയിട്ട് ഇപ്പം അത് എക്സ്പീരിയൻസ് ചെയ്ത സ്റ്റുഡൻസ് ഇപ്പം നാട്ടിൽ വരുവാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അപ്പോൾ അതൊരു കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ലോങ് ടൈം എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസിങ് ഹൈ സ്റ്റേക്ക് എക്സാം പേപ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ്സ്. അതായത് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം വരുമ്പോൾ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കി വെക്കും, മൾട്ടിപ്പിൾ ഡേറ്റ്സിൽ വെക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പേപ്പർ ലീക്ക് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമുക്ക് തടയാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി, ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് എക്സാംസ് നടത്താൻ വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി, അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് അതോറിറ്റി ഉണ്ടാവും. ഒരു ഇഷ്യൂ വന്നാൽ അവരാണ് അതിന് ഉത്തരവാദി, അവരത് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ മറ്റ് സൈഡിൽ നിന്നുള്ള പ്രഷേഴ്സ് എല്ലാം നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഈ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്നാവും നമുക്ക് കറക്റ്റ് റിസൾട്ട് വരിക. അതുപോലെ കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റം. ഇപ്പോൾ പേഴ്സണലി ഞാൻ എൻ്റെ ഡിഗ്രി എക്സാം ചെയ്തിട്ട് ഞാൻ വീണ്ടും റിവാലുവേഷൻ കൊടുക്കുമ്പോൾ മാർക്ക് കൂടി വന്നു. അതേ സ്ഥലത്ത് എന്തുകൊണ്ട് മാർക്ക് കൂടി, എങ്ങനെ മാർക്ക് കൂടി, എന്തൊക്കെ കാര്യങ്ങൾ വന്നു, അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ യെസ് ഈസിലി ആക്സസിബിൾ ആവുകയാണ് ഒരു സ്റ്റുഡൻറ്റിന് വരുവാന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ 12th JEE നീറ്റ് ഇതിനെല്ലാം ഒരു അത്യാവശ്യം ഹയർ പോയിന്റ് കൊടുക്കുക. അതായത് ഒരു പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എനിക്ക് +2 ഫുൾ A+ കിട്ടിയെന്ന് വെക്കുക, അതുപോലെ തന്നെ നീറ്റിന് കിട്ടിയാൽ അതെൻ്റെ പോർട്ട്ഫോളിയോ ആയി മാറണം. നീറ്റിന് കിട്ടിയില്ലെങ്കിലും എനിക്ക് +2 എന്നൊരു ഹയർ വാല്യൂ അവിടെ കിട്ടണം.
നീറ്റിന് കിട്ടിയില്ലെങ്കിൽ പ്ലസ് ടുവിന് അവിടെ വലിയ വാല്യൂ ഇല്ല. അതായത് ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് 9ാം ക്ലാസ് 10ാം ക്ലാസ് പ്ലസ് ടു ഇത് കഴിഞ്ഞ സ്കൂൾ കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ അവിടെ പോയി. പ്ലസ് ടുവിന് 10 A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് എക്സാമുകൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, ഓക്കെ, അത് നമ്മൾ കാണുക തന്നെ ചെയ്യണം. കാരണം ഇപ്പോൾ നീറ്റ് JEE പോലത്തെ എക്സാംസിനൊക്കെ വളരെ ലിമിറ്റഡ് സീറ്റാണ്, ഒരു ബോട്ടിൽ നെക്ക് ആവുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇത്രയും കോമ്പറ്റീഷൻ വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നീറ്റിന് എക്സാം ഇഷ്യൂ വന്നപ്പോൾ 23 കുട്ടികളോളം ആത്മഹത്യ ചെയ്തു. അത് നമ്മൾ മുൻകൂറായിട്ട് കാണണം. ഇതാരും കാണാത്ത കാര്യമൊന്നുമല്ല. അത് ആളുകളുടെ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ച് അവരുടെ പുസ്തകം വരെ കീറിപ്പോകുന്ന അവസ്ഥയുണ്ട്. ആ സ്റ്റുഡൻസിൻ്റെ എഫേർട്ടിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ മെൻ്റൽ ഹെൽത്ത് ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി, ഒരു സിസ്റ്റമോ അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് ഹ്യൂജ് ഡിഫറൻസ്. അതുപോലെ തന്നെ ബോട്ടിൽ നെക്ക് ആവുന്ന അവസ്ഥ, അതായത് സീറ്റുകളുടെ എണ്ണം കുറവാണ്, നമുക്ക് ഇത്രയും സ്റ്റുഡൻസ് അപ്ലൈ ചെയ്ത് വളരെ കുറച്ച് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. നമ്മുടെ സർട്ടിഫിക്കേഷൻസ് മോശം ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത്രയും അടിപൊളി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. മേ ബി അതിൽ നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ ഇൻക്രീസിങ് മേ ബി അതിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാൻ സഹായിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നൊരു തോന്നൽ. ഇപ്പോൾ പുറത്തു പോയിട്ട് എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അതുപോലെ പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാം. അത് ഇപ്പോൾ പ്രാക്ടിക്കൽ ലെവൽ എക്സാംസ് എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് കേരള ഇപ്പം കേരളത്തിന് പുറത്ത് കുറച്ചുകൂടി ഇന്റേൺഷിപ്പ് ലെവലിലേക്കാണ്. ഇപ്പം ഈവൻ ഞാൻ പഠിച്ച ചെന്നൈയിലാണ്. അവിടെ ഞങ്ങൾക്ക് 4 സെമ്മിലും ഇന്റേൺഷിപ്സ് ഉണ്ട്. സോ കൂടുതൽ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പം കുട്ടികൾക്കാണെങ്കിലും പുറത്തൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ അവർക്ക് എന്താ പഠിക്കണ്ടേ, ഇപ്പം അവർക്ക് ഏതൊരു സ്ട്രീമിലേക്കാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് അറിയാനുള്ള ഒരു ചാൻസ് കൂടാണ് ഈ ഇന്റേൺഷിപ്സ് എന്ന് പറയുന്നത്. ഓബിയസ്ലി അതുപോലെ പുസ്തകം വിഴുങ്ങി അത് ഛർദ്ദിക്കുക എന്നുള്ള അവസ്ഥയല്ല. ഇൻസ്റ്റെഡ് നമ്മൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറയുന്നില്ല. ബട്ട് പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പോൾ അതിലെ ലിമിറ്റഡ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് യൂസ് വരുള്ളൂ. ഇപ്പം എനിക്ക് ആൽജിബ്രയിൽ ഞാൻ പഠിച്ച ഒരുവിധ സാധനങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഫീൽഡിൽ എനിക്ക് ആവശ്യമില്ല. യെസ്, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റേൺഷിപ്പ് ഞാൻ പഠിച്ച് സർട്ടിഫിക്കേഷൻസ് എടുത്ത് എൻ്റെ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടാണ് എനിക്കൊരു ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. എന്നിട്ട് അതിലാണ് ഞാൻ മനസ്സിലാക്കി ഏതാണ് എൻ്റെ ഫീൽഡ് എന്നുള്ളത്. ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നത് എൻ്റെ ഫീൽഡല്ല. അതെ, കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും, ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പം എൻ്റെ ബ്രദർ ആണെങ്കിൽ പോലും അവൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവനുള്ള ഓപ്ഷൻ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, വേറെ ഒന്നുമില്ല. പിന്നെന്തോ ടൂറിസം. ഇതിൽ എന്താണ് ഏതാണെന്ന് അവർക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കൊന്നു ഇന്ത്യൻ പാരന്റ്സ് തന്നെ നമുക്ക് പറയാം, കുട്ടികൾക്ക് 10th കഴിയുമ്പോൾ ഓക്കെ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്, അപ്പുറത്തൊരു ഹ്യൂമാനിറ്റീസ് എന്നൊരു സബ്ജക്ട് ഒക്കെ പഠിക്കാത്ത കുട്ടികളുടെ ആണെന്നൊരു നാരോ തിങ്കിങ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ പേരൻസിന്. ഒരിക്കലും ഒരു ഡിഗ്രിയും വാല്യൂ കുറഞ്ഞതല്ല, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഈ പ്രാക്ടിക്കൽ സെഷൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നഴ്സിംഗ് എടുത്താൽ പുറത്തേക്ക് പോകാം, അങ്ങനെ വിചാരിച്ച് ഇഷ്ടമല്ലാതെ നഴ്സിംഗ് എടുക്കുന്ന ഒരു കൂട്ടം കുട്ടികളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഓൾസോ നമ്മുടെ ടീച്ചേഴ്സിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ടീച്ചേഴ്സിന് ഒരു ലിമിറ്റഡ് ട്രെയിനിങ് കിട്ടുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ട്യൂഷൻ സെന്റേഴ്സും മറ്റു കോച്ചിങ് സെന്ററുകളും ഉള്ളത്. കോച്ചിങ് സെന്ററുകൾ ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല, ബട്ട് കോച്ചിങ് സെന്റർ ഉണ്ടാവാനുള്ള കാരണം തന്നെ ടീച്ചേഴ്സിന് സഫീഷ്യൻ്റ് ആയ ഇൻഫർമേഷൻസും പ്രാക്ടീസും അറ്റ് എ ടൈം ഈ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മേ ബി ആ ഒരു സൈഡിൽ ഈ ഒരു തവണ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് കുറച്ചും കൂടി ഈസിലിയോ ഫ്രീലിയോ ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാൻ ഉള്ളൊരു ഗ്യാപ്പോ ടൈമോ കൊടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവർ പുറത്തു പോകേണ്ട ഒരു ആവശ്യമില്ല. അത് പിള്ളേർക്കിടയിൽ ഒരു മെൻ്റൽ പ്രഷറാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പഠിക്കുന്നു അവിടെ പഠിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ സ്കൂള് പഠിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ഞാൻ പോയി ട്യൂഷൻ സെൻറ്ററിൽ കയറും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോൾ പിന്നെ വീണ്ടും ഹോംവർക്ക്, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് ഒന്നും കുട്ടികൾക്ക് സമയമില്ല. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ അങ്ങനെ തന്നെ. ഞാൻ ഇതന്നെ സ്കൂള്, ട്യൂഷൻ സെൻറ്റർ, വീട്ടിൽ വന്ന് ഹോംവർക്ക്, പിറ്റേ ദിവസം ഉറങ്ങുന്നു, എഴുന്നേക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു, വീണ്ടും സ്കൂള്, ട്യൂഷൻ സെൻറ്റർ. ഇവിടെ എനിക്കൊരു ഗ്യാപ്പ് ഇല്ല, അവിടെ ഒരു ഫ്രീ മൈൻഡ് ഇല്ല. സാറ്റർഡേ സൺഡേ ഫ്രീ ആണെങ്കിൽ പോലും കിടക്കുന്നു സ്പെഷ്യൽ ക്ലാസ്. അതെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് പിള്ളേരിൽ ഒരുപാട് പ്രഷറാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഫ്യൂച്ചർ ജനറേഷനിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പുറത്തുപോയി പഠിക്കുന്നതിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആഴ്ചയിൽ 3-4 ദിവസം ക്ലാസ് ഉള്ളൂ, ബാക്കി ക്ലാസ് ഇല്ല. ഈ ക്ലാസ് ഉള്ളതിൽ തന്നെ അവരാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, റിസർച്ചിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അവിടെ വെറുതെ AI വെച്ച് വന്നിട്ടൊന്നും കാര്യമില്ല. കാരണം അവിടെ പ്ലാജറിസം കണ്ടെത്താനുള്ള ഒരുപാട് മെത്തേഡ്സ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒബ്വിയസ്ലി ഇങ്ങനത്തെ കുറച്ച് മേ ബി ക്ലാസ്സിൻ്റെ കൗണ്ട് കുറച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ കൗണ്ട് കൂട്ടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ
ഇത് ബെറ്റർ ആകും എന്നൊരു തോട്ട്. ഇപ്പൊ നമ്മൾ റീസെന്റ് കണ്ടൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് അവരുടെ 3 ഡിമാൻഡിൽ ഓൾറെഡി 2 ഡിമാൻഡ് അംഗീകരിക്കുകയും ചെയ്തു. ഇനി 3ാമത്തെ ഡിമാൻഡാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ളത്. അത് കഴിയാതെ ആള് ഹങ്കർ സ്ട്രൈക്ക് നിർത്തില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ആ ഒരാളെ മാറ്റിയത് കൊണ്ട് മാത്രം എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? കാരണം ഇതൊരു ഫുൾ സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ലേ. ആ തലപ്പത്തിരിക്കുന്ന ആൾ മാറിയത് കൊണ്ട് മാത്രം അവിടെ നന്നായിക്കൊള്ളണമെന്നില്ല. ഓൾസോ ആളുടെ മാത്രം ഇഷ്യൂ ആണോ ഇത്, അതും കൂടെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു ഇഷ്യൂ വരുമ്പോഴേക്കും അവിടുത്തെ മേജർ ആയിട്ടുള്ള ആളെ മാറ്റുക അല്ലെങ്കിൽ ആളെ റെസിഗ്നേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത് റിഫോം നമ്മൾ അങ്ങോട്ട് കുറച്ച് സൊല്യൂഷൻസും കൂടെ കൊടുക്കണം. അതായത് ഇതിനുള്ള റിഫോംസ് എന്തൊക്കെയാണ്, മേജറായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേജറായിട്ട് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാറാണ്ട് ഈ പേപ്പർ ലീക്കും ഇത് റിലേറ്റ് ആയിട്ട് വരുന്ന ഇഷ്യൂസും ഒരിക്കലും മാറില്ല. അപ്പോൾ ഈ ഒരാൾ രാജിവെക്കുന്നതിലൂടെ ഇവർ ഈ ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്ന ഈ ഒരു ഒറിജിനൽ സോൾ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ആക്ച്വലി ജസ്റ്റിസ് സെർവ് ആവുന്നുണ്ടോ? അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവർ പറഞ്ഞ ഡിമാൻഡ്സ് എല്ലാം വിൽ ബി കൺസിഡേർഡ് അല്ലെങ്കിൽ ആർ ബീയിങ് കൺസിഡേർഡ് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആരും ഗ്യാരണ്ടി ആയിട്ട് വിൽ ബി റിസോൾവ്ഡ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ ഈ ഹങ്കർ സ്ട്രൈക്ക് തുടരുന്നതിന് ആക്ച്വലി അതിലൊരു അർത്ഥമുണ്ട്. പക്ഷേ റെസിഗ്നേഷൻ സ്റ്റിൽ ബീങ് എ ക്വസ്റ്റ്യൻ. ആ ഒരാളുടെ റെസിഗ്നേഷൻ കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിൽ ഓഡിയൻസിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഒബ്വിയസ്ലി യു ഷുഡ് ഷെയർ യുവർ തോട്ട്സ്. സോ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആർക്കും എഗനിസ്റ്റും അല്ല, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു ഇഷ്യൂവിന് കൂടുതൽ അവയർനെസ് അല്ലെങ്കിൽ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇത് മാത്രമാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഡു പ്ലീസ് കമൻറ്റ്. യെസ്. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ ഹോപ്പ് എവ്രി വൺ ഗോട്ട് ദെയർ ഓൺ ഒപ്പീനിയൻ. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കൺസിഡർ ചെയ്യാതെ സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഇതിലൂടെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ഷി സെഡ്, നിങ്ങളുടെ തോട്ട്സും നിങ്ങൾ നമ്മുടെ കമൻസിൽ എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയന് എപ്പോഴും വാല്യൂ ഉണ്ട്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഏരിയയാണ്. ബട്ട് ഓൾവേസ് പ്രൂഫ് ചെക്ക്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. സോ ഇറ്റ്സ് മീ അനു ആൻഡ് നിഹാൽ signing off.